സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. ദില്ലി നാടകം പൊളിഞ്ഞപ്പോൾ പുതിയ ക്യാപ്സൂളുകളുമായി ആരോഗ്യമന്ത്രിയും അനുയായികളും. കേന്ദ്ര സ്കീമായ ആശയിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേന്ദ്രമാണ് എന്നുള്ളത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെ പ്രസ്താവനകളിലൂടെ വ്യക്തമാണ്. ഇപ്പോൾ സംസ്ഥാനത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയും കൊടുത്തിരുന്നു. ഇപ്പോൾ ക്യൂബയുടെ ഹെൽത്ത് മിനിസ്റ്ററും വന്നിട്ടുണ്ട്. ഈ 5 മണിക്ക് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു. ഇനി ഒരു ദിവസം അപ്പോയിൻമെൻറ്റ് അനുവദിക്കുമെങ്കിൽ അന്ന് വന്ന് നേരിട്ട് വീണ്ടും കാണുകയും ചെയ്യും. ഇതാണ് മന്ത്രി, പറയാനും പറഞ്ഞത് മാറ്റി പറയാനും വിദഗ്ധനായ മന്ത്രി. ആശാപ്രശ്നം ചർച്ച ചെയ്യുകയല്ല, ക്യൂബൻ സംഘത്തെ കാണുകയാണ് ദില്ലി യാത്രയുടെ പ്രധാന ഉദ്ദേശമെന്ന വിവരം പുറത്തു വന്നതോടെ അനുമതി തേടിയെന്ന് വരുത്താൻ 18-ന് പ്രൈവറ്റ് സെക്രട്ടറി തയ്യാറാക്കിയ കത്തും പുറത്തുവിട്ടു. നമുക്ക് കാര്യം മനസ്സിലായി. ബുധനാല് തിരിച്ചെത്തിയ ആരോഗ്യമന്ത്രി പഴിച്ചത് മുഴുവൻ മാധ്യമങ്ങളെ. അങ്ങാടി തോട്ടേന് അമ്മയോട് അത്രേ ഉള്ളൂ. പക്ഷെ 18-ന് കത്ത് നൽകിയിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. 18-ാം തീയതി അപ്പോയിന്റ്മെന്റ് ആവശ്യപ്പെട്ടിരുന്നു. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. 18-ാം തീയതി ഞാൻ എന്തിനാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ ബോധിപ്പിക്കുന്നത്? കൊടുത്തത് തലേന്ന് രാത്രിയാണെന്ന് കണ്ടുപിടിക്കാനല്ലേ? അത് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. അതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്ന് വായിച്ചു നോക്കിയിട്ടേ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് അങ്ങൊന്ന് വായിച്ചു നോക്കണം. ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. LDFന്റെ അല്ല, പ്രകടന പത്രിക പറഞ്ഞത് കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. കേന്ദ്ര വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കും, കാലോചിതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഈ സമീപനം തുടരും. പറഞ്ഞ പോരല്ലോ, വാർത്ത സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അങ്ങ് വായിക്കണം. എന്നാലോ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എന്ന കാര്യം. നേരത്തെ കാണിച്ച CPM-ന്റെ പ്രകടന പത്രികയിലെ സാമൂഹ്യ സുരക്ഷ ആലോചിതമായി ഉയർത്തും. മിനിമം ഞാൻ പറയട്ടെ, അല്ല ഇതിൽ പറയട്ടെ, അത് സഹകരണം CPM-ന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് സാമൂഹ്യ അതിനകത്ത് അനുബന്ധം ഇനം 890 ഇതിനൊക്കെ വെബ്സൈറ്റ് ആണ്, നോക്കൂ. അല്ല, CPM-ന്റെ വെബ്സൈറ്റിലുള്ളത്. നിങ്ങൾ എനിക്ക് വേഗത്തിൽ കിട്ടാവുന്ന ഒരു രേഖയാണ്. അല്ല, വേഗത്തിൽ കിട്ടാവുന്ന രേഖയുടെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിക്കണം. തന്റെ കണ്ണൊക്കെ വേറിട്ടുണ്ടല്ലോ. നിങ്ങൾ കൊടുക്കുന്ന വാർത്താക്കുറിപ്പ് പോലെ വ്യാജമായിരിക്കാം. ഇത് നോക്കൂ, CPM ഇത് നോക്കൂ, CPIM Kerala.org. നിങ്ങൾ എന്താ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഞാൻ വായിച്ചതേ ഉള്ളൂ. ഇത് വളരെ കഷ്ടമാണ് കേട്ടോ, ഇത് വളരെ കഷ്ടമാണ്. നിങ്ങൾ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങി. 4-ാമത്തേതാണിത്. നോക്കൂ, നോക്കൂ. LDFന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക 44-ൽ അനുബന്ധം ഇനം 890 900 ആ അനുബന്ധമാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ ഇതാണ് ചില നിങ്ങൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ കാണിക്കല്ലേ വേണ്ടത്. വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെന്നേ, ഇതിനകത്ത് ബാക്കി നിങ്ങൾ എന്താ വായിക്കാത്തത്? ഇതിനകത്തൊന്നും അധികം ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ. ഇപ്പോ ഈ ഭൂമി പിളർന്ന് താഴ്ന്നു പോയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ? ഞാൻ സത്യമാണ് പറഞ്ഞത്. പക്ഷെ പിടിക്കപ്പെട്ടാൽ ഞാൻ സത്യമേ പറയാറുള്ളൂ.